കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം രാജ്യത്തുടനീളം 1318 വിദ്വേഷ പ്രസംഗങ്ങളാണ് നടന്നത്. ഇന്ത്യ ഹെഡ് ലാബ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകളുള്ളത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ആശങ്കാജനകമായ വളർച്ചയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. 2013 668 വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നുവെങ്കിൽ 2024 ആവുമ്പോഴേക്കും അത് 1165ആയും ഇപ്പോഴത് 1318ആയും ഉയർന്നിരിക്കുകയാണ്. അതായത് പ്രതിദിനം ശരാശരി 4 വിദ്വേഷ പ്രസംഗങ്ങളെങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഈ വിദ്വേഷ പ്രചരണങ്ങളുടെ പ്രധാന ഇരകൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. മുസ്ലിങ്ങൾക്കെതിരെ 1156 വിദ്വേഷ പ്രസംഗങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതായത് മൊത്തം പ്രസംഗങ്ങളുടെ 98% മുസ്ലിങ്ങൾക്കെതിരെയാണ്. റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രസംഗങ്ങളിൽ 12% വർധനയുണ്ടായപ്പോൾ ക്രിസ്ത്യൻ വിരുദ്ധ വിദ്വേഷം അതിവേഗം പടരുന്നതായിട്ടാണ് ഡേറ്റ പറയുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 41% വർധനമാണ് ക്രിസ്ത്യാനികൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ ലാഭത്തിനായി ന്യൂനപക്ഷങ്ങളെ ദേശവിരുദ്ധരും അപകടകാരികളുമായി ചിത്രീകരിക്കുന്ന അപകടകരമായ പ്രവണതയാണ് ഇപ്പോൾ രാജ്യത്തുടനീളം സംഭവിക്കുന്നത്. അതിന്റെ പ്രതിഫലനമാണ് ഈ കണക്കുകളും സൂചിപ്പിക്കുന്നത്. ഒരു കാലത്ത് സമൂഹത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇത്തരം തീവ്രാഖ്യാനങ്ങൾ ഇന്ന് പൊതുചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നുവെന്നും ഈ റിപ്പോർട്ട് നിരീക്ഷിക്കുന്നുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ ഭൂരിഭാഗവും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. അത് അങ്ങനെ തന്നെയല്ലേ വരൂ. അല്ലെങ്കിലും ആകെ 1318 ശ്രമങ്ങളിൽ 1082 BJP ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളിലാണ് നടന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത് ഉത്തർപ്രദേശാണുള്ളത്. 266 സംഭവങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് മഹാരാഷ്ട്ര 193, മൂന്നാമത് മധ്യപ്രദേശ് 172, ഉത്തരാഖണ്ഡിൽ അത് 155 വിദ്വേഷ പ്രസംഗങ്ങളാണ്. ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗം നടത്തിയവരുടെ പട്ടികയിലുള്ളതും ഇതേ ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പുഷ്കർ സിംഗ് ധാമി തന്നെയാണ്. 71 വിദ്വേഷ പ്രസംഗങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. രണ്ടാമതായുള്ളത് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് തലവനായ പ്രവീൺ തൊഗാഡിയാണ്. 46 എണ്ണമാണ് അദ്ദേഹം നടത്തിയത്. BJP നേതാവ് അശ്വിനി ഉപാധ്യായും മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണയും ഒക്കെ ഈ പട്ടികയിൽ തുടർന്നു വരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 27 വിദ്വേഷ പ്രസംഗവുമായി 6ാമതും UP മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് 22 എണ്ണവുമായി 9ാമതുമുണ്ട്. അതേസമയം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഏറ്റവും കുറവാണെന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ കാര്യമാണ്. വിദ്വേഷ പ്രചാരകർക്കെതിരെ കർശന നടപടിയുമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ മെറ്റയും രംഗത്തെത്തിയിട്ടുണ്ട് എന്നത് ഈ അവസരത്തിൽ വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. വിദ്വേഷ പ്രസംഗത്തിന് കുപ്രസിദ്ധനായ തെലങ്കാന MLA T. രാജാ സിംഗിന്റെ 5 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മെറ്റ ഇതിനോടകം തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു. 2024 മാത്രം ഇയാൾ 32 പ്രസംഗങ്ങളാണ് ആകെ നടത്തിയിട്ടുള്ളത്. അതിൽ 22 എണ്ണവും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് ഇന്ത്യ ഹെഡ് ലാബ് കണ്ടെത്തിയിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗം കേവലം വാക്കുകളല്ല, മറിച്ച് സമൂഹത്തിൽ അവ വലിയ വിള്ളലുകളാണ് ഉണ്ടാക്കുന്നതാണ് ഈ കണക്കുകൾ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി മനുഷ്യത്വത്തെ റദ്ദാക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ നീതിന്യായ സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതാണ്.